നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ പ്രതിരോധ ശക്തി അത് നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷമുള്ള കാലഘട്ടം എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ പ്രതിരോധ മേഖലയിൽ ധാരാളം പൈസ ചിലവാക്കുകയും അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ അവിടെയൊക്കെ തന്നെ നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട്. പല രാജ്യങ്ങളിൽ നിന്നും നമ്മൾ ആയുധങ്ങൾ വാങ്ങുന്നതുമായിട്ടുള്ള കരാറിൽ ഏർപ്പെടുമ്പോൾ പല രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുമെങ്കിലും ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ തന്നെ ഇങ്ങോട്ടേക്ക് ശത്രു രാജ്യങ്ങളുടെ തിരിച്ചടി വന്നപ്പോൾ നമ്മൾ എത്രത്തോളം അതിനെ ഈ ആയുധങ്ങൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ പ്രതിരോധ മേഖലയിൽ നമ്മൾ എത്രത്തോളം അതിനെ പ്രതിരോധിച്ചു എന്നുള്ളതൊക്കെ തന്നെ ലോകം കണ്ടതാണ്. നമ്മൾ തദ്ദേശീയമായി നിർമ്മിച്ചിട്ടുള്ള ആയുധങ്ങളുടെ കരുത്തെല്ലാം തന്നെ ലോകരാജ്യങ്ങൾക്ക് ഇതോടുകൂടി തെളിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ശത്രു രാജ്യങ്ങൾ ഇനി ഇന്ത്യയെ വളരെ സൂക്ഷ്മമായി തന്നെയായിരിക്കും നിരീക്ഷിക്കുക. അമേരിക്ക അടക്കം ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ ശക്തിയിൽ ഞെട്ടിയിരിക്കുകയാണ്. അതിവേഗമാണ് ഇന്ത്യയുടെ പ്രതിരോധ മേഖല കുതിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് തദ്ദേശീയമായി നിർമ്മിച്ചിട്ടുള്ള ആയുധങ്ങളുടെ കാര്യത്തിൽ. ഏതായാലും ഇങ്ങനെ ഇന്ത്യ പടിക്ക് പടി കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയുടെ സുരക്ഷയും വർദ്ധിപ്പിക്കേണ്ടതും അനിവാര്യമാണ്. അതിനാൽ തന്നെ മിസൈൽ പ്രതിരോധത്തിനുള്ള എയർ ഡിഫൻസ് റഡാർ അടക്കമുള്ള വ്യോമ പ്രതിരോധ കേന്ദ്രം കോഴിക്കോട് സ്ഥാപിക്കാൻ ഇപ്പോൾ വ്യോമസേന ഒരുങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനായി കടലുണ്ടി വില്ലേജിൽ റീസർവേ 13/1 പെട്ട റവന്യൂ വകുപ്പിന്റെ 40 ഏക്കർ ഭൂമി കൈമാറാൻ സർക്കാർ നടപടി തുടങ്ങി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പ്രതിരോധ വകുപ്പിന്റെ നിർദ്ദേശ് എന്ന പദ്ധതിക്കായി 2010 കൈമാറിയ ഭൂമിയിൽ ശേഷിക്കുന്നതും ഉപയോഗമില്ലാതെ കിടക്കുന്നതുമായ സ്ഥലമാണ് കൈമാറുന്നത്. ഇപ്പോൾ നിർദ്ദേശിന്റെ ഓഫീസ് മാത്രമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. എയർഫോഴ്സ് കമാൻഡിംഗ് ഓഫീസറുടെ അപേക്ഷ പരിഗണിച്ച് ജില്ലാ കളക്ടറുടെ ശുപാർശ പ്രകാരമാണ് ഭൂമി കൈമാറ്റത്തിനുള്ള നടപടികൾ വേഗത്തിലാക്കിയത്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനുമായി സംഘർഷമുണ്ടായ സാഹചര്യത്തിലാണ് രാജ്യത്തിന്റെ തെക്കൻ സംസ്ഥാനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി ഇവിടെ വ്യോമ പ്രതിരോധ കേന്ദ്രം സ്ഥാപിക്കുന്നത്. കേരളവും മറ്റ് തെക്കൻ സംസ്ഥാനങ്ങളും അയൽ രാജ്യങ്ങളുടെ മിസൈൽ ഭീഷണി പരിധിക്കുള്ളിലാണെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണിത്. ഒന്ന്, സമീപകാലത്ത് ശ്രീലങ്കയിൽ അതുപോലെ തന്നെ മാലിദ്വീപിലും ചൈന നടത്തുന്ന ഇടപെടലുകളുടെ പശ്ചാത്തലത്തിലാണ് വ്യോമ പ്രതിരോധം കേരളത്തിൽ ശക്തമാക്കാൻ വ്യോമസേന തീരുമാനിച്ചത്. ഒരുപക്ഷെ വരും വർഷങ്ങളിൽ, ഒരുപാട് വർഷം കഴിഞ്ഞാൽ ഇപ്പോൾ ചൈന ആ പറയുന്ന അല്ലെങ്കിൽ ഈ തെക്കൻ സംസ്ഥാനങ്ങളിലേക്ക് വേഗത്തിൽ തന്നെ ചൈനയ്ക്ക് ആക്രമിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ചില നീക്കങ്ങളൊക്കെ തന്നെ ചൈന ഇപ്പോഴേ ഒരുക്കി തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ടാണ് ശ്രീലങ്കയിലും മാലിദ്വീപിലും ചൈന വലിയ രീതിയിൽ തന്നെ ഇടപെടൽ നടത്തുന്നത്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് കേരളത്തിലും സുരക്ഷ ശക്തമാക്കാൻ വ്യോമ പ്രതിരോധം ശക്തമാക്കാനായിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നത്. ശ്രീലങ്കയിൽ ചൈനയുടെ നേതൃത്വത്തിൽ വലിയ തുറമുഖത്തിന്റെ നിർമ്മാണം അതിവേഗം നടക്കുകയാണ്. ഇതിലൂടെ ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളെ മിസൈൽ വിക്ഷേപണ പരിധിയിൽ കൊണ്ടുവരുന്നതിനും ചൈനയ്ക്ക് സാധ്യമാണ്. ഇതിനെയെല്ലാം പ്രതിരോധിക്കാനുള്ള സംവിധാനമാണ് കോഴിക്കോട് സ്ഥാപിക്കുന്നത്. തീർച്ചയായിട്ടും ചൈന അവിടെ ഒരുപടി മുന്നിൽ നീങ്ങുമ്പോൾ ഇവിടെ നമ്മൾ തെക്കൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് ഇത്രയേറെ തീരം കിടക്കുന്ന കേരളത്തിലടക്കം സുരക്ഷ ശക്തമാക്കേണ്ടതും അനിവാര്യമാണ്. അതിൻ്റെയൊക്കെ മുന്നോടിയായിട്ടാണ് ഇപ്പോഴേ അതിനുള്ള തുടക്കം എന്ന നിലയിൽ കോഴിക്കോട് ഇത്തരത്തിലൊരു പ്രതിരോധ സംവിധാനത്തിനുള്ള എല്ലാ കാര്യങ്ങളും തുടങ്ങാനായിട്ട് കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നത്. റഷ്യൻ നിർമ്മിതമായ S-400, ഇന്ത്യൻ നിർമ്മിതമായ ആകാശ് മിസൈലുകൾ ഉൾപ്പെടെ വലിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നമുക്കുണ്ട്. ഇതിനുള്ള സ്റ്റേഷനുകൾ പല കേന്ദ്രങ്ങളിലായി സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിനു പുറമെയാണ് പുതിയൊരു കേന്ദ്രം കൂടി തുടങ്ങാൻ ആലോചിക്കുന്നത്. അന്ന് പാകിസ്ഥാന്റെ ആക്രമണം, തുർക്കിയിൽ നിന്നുള്ള ഡ്രോണുകൾ നമ്മുടെ ഇന്ത്യയിലേക്കുള്ള ഡൽഹി അടക്കമുള്ള പല തന്ത്രപ്രധാനമായിട്ടുള്ള ഭാഗങ്ങളിലേക്ക് കുതിച്ചെത്തുമ്പോൾ അതിനെല്ലാം തന്നെ വളരെ കരുത്തോടുകൂടി അതിനെല്ലാം തടഞ്ഞതും റഷ്യ നൽകിയിട്ടുള്ള S-400 എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനമാണ്. അന്ന് അതിൻ്റെ കരുത്ത് നമ്മൾ കണ്ടതാണ്. എല്ലാവരും വളരെ സമാധാനത്തോടു കൂടി കിടന്നുറങ്ങുമ്പോൾ അത്രയേറെ ആക്രമണമാണ് നമ്മുടെ ആകാശത്ത് നടക്കുന്നുണ്ടായിരുന്നത്. പക്ഷെ അതിനെല്ലാം തന്നെ പ്രതിരോധിക്കാൻ കൃത്യമായിട്ട് നമ്മളെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. ഇതൊക്കെ തന്നെ മുൻകൂട്ടി കണ്ട് നമ്മുടെ വ്യോമ പ്രതിരോധ മേഖല കൂടുതൽ ശക്തി ആർജിച്ചതുകൊണ്ടാണ് ഇത്തരത്തിലൊരു നീക്കം നമുക്ക് തടയാനായത്. അതുകൊണ്ട് തന്നെ വരും വർഷങ്ങളിലും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഈ പറയുന്ന ശത്രു രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് വർദ്ധിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലടക്കം ഇത്രയേറെ തീരപ്രദേശ മേഖലയുള്ള കേരളത്തിലടക്കം അത് ശക്തമാക്കാനായിട്ട് കേന്ദ്രം ഒരുങ്ങുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കോഴിക്കോടും ഇങ്ങനെ ഒരു നീക്കം നടത്താനായിട്ട് കേന്ദ്രം തയ്യാറെടുക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്.